സ്കൂളുകളിലെ ഈശ്വര പ്രാർത്ഥന വിദ്യാലയങ്ങൾ അവയുടെ പ്രവർത്തനം തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും ദേശീയഗാനം ആലപിച്ചുകൊണ്ടാണെന്ന് കേരള എഡ്യൂക്കേഷൻ റൂളിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടു. ഈശ്വര പ്രാർത്ഥന എന്ന യാചനാ സാഹിത്യത്തോടെയാണ് നമ്മുടെ സ്കൂളുകൾ ഇപ്പോഴും ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് അത് തരണേ, ഇത് തരണേ, ഞങ്ങളെ അതാക്കണേ, ഇതാക്കണേ എന്നൊക്കെയുള്ള വിലാപ കാവ്യങ്ങളാണ് രാവിലെ തന്നെ ചൊല്ലുന്നത്. ഇത് നിയമവിരുദ്ധവും പ്രതിലോമകരവുമാണ്. കുട്ടികളിൽ ശാസ്ത്രീയ ചിന്താഗതിയും അന്വേഷണത്വരയും മാനവിക ബോധവും സ്വയം പര്യാപ്തതയും പരസ്പര ബഹുമാനവും ഒക്കെ വളർത്തിക്കൊണ്ടുവരാൻ ഉത്തരവാദിത്വമുള്ള സ്ഥാപനങ്ങൾ തന്നെ എല്ലാ അന്വേഷണങ്ങളെയും റദ്ദു ചെയ്യുന്ന സമ്പൂർണ്ണ വിധേയത്വത്തിന്റെ മാനിഫെസ്റ്റോയായ മതസാഹിത്യങ്ങൾക്ക് മുന്നിൽ കുട്ടികളെ വിനീത വിധേയരാക്കി അറ്റൻഷൻ അടിപ്പിച്ച് നിർത്തുന്നത് ഒരു ആധുനിക സമൂഹത്തിന് ചേർന്ന ഏർപ്പാടല്ല. പള്ളി വേറെ പള്ളിക്കൂടം വേറെ, സീസർക്കുള്ളതിൽ കൂടി ദൈവം കൈയിട്ട് വരുന്നത് വളരെ മോശം ഏർപ്പാടാണ്. വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുന്നവരും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും ഒക്കെ ഉൾക്കൊള്ളുന്ന വിദ്യാലയങ്ങളിൽ മതാത്മക സ്വഭാവമുള്ള പ്രാർത്ഥനകൾ ഉരുവിടുന്നത് വിദ്യാലയങ്ങളുടെ മതേതര സ്വഭാവത്തിന് ചേർന്നതല്ല. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന മതമോ ദൈവമോ ജാതിയോ ഇല്ലെന്നിരിക്കെ സർവ്വസമ്മതമായ പ്രാർത്ഥന എന്നൊന്ന് അസാധ്യമാണ്. അങ്ങനെയുണ്ടെന്ന് പറയുന്നവർ സ്വന്തം വിശ്വാസങ്ങളോട് പോലും സത്യസന്ധത പുലർത്താത്തവരാണ്. മതേതര പ്രാർത്ഥന എന്ന ലേബൽ ഒട്ടിച്ച് വരുന്ന പലതും തികഞ്ഞ മതാത്മക സ്വഭാവമുള്ള ഫാൻസി ഡ്രസ് ഐറ്റങ്ങൾ മാത്രമാണ്. അതുമാത്രമല്ല, അവയിൽ പലതും മാനവിക വിരുദ്ധം കൂടിയാണ്. ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള 2 പ്രാർത്ഥനാ ഗീതങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത്, ആലം ദയാലുവായ ദാക്ഷിണ്യശാലിയായ വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏക രക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഇമ്പമുള്ള ഈണമാണ്. ഒറ്റ കേൾവിയിൽ അപാകതയൊന്നും തോന്നാത്ത ആശയങ്ങളുമാണ്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ വേരും നേരും ചികഞ്ഞു ചെന്നാൽ എത്തുന്നത് അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളിലാണ്. ഇസ്ലാമിക വേദഗ്രന്ഥമായ ഖുറാനിലെ 1-ാമത്തെ അധ്യായമായ അൽ ഫാത്തിഹ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയതാണ് ഈ പ്രാർത്ഥനാ ഗീതം. പ്രശ്നം ഇത് ഖുറാനിലുള്ളതാണ് എന്നതല്ല, മറിച്ച് വാച്യാർത്ഥത്തിന് അപ്പുറത്തേക്ക് ചെന്നാൽ കാണുന്നത് മതമൗലികവാദ സന്ദേശങ്ങളാണ് എന്നതാണ്. ഈ ഗീതത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിൻ അനുഗ്രഹപാത്രമായോർതൻ മാർഗത്തിൽ, അങ്ങയാൽ കോപിക്കപ്പെട്ടവരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടർതൻ വഴിയിലുമല്ല എന്നൊരു ഭാഗമുണ്ട്. ഇതിൽ നിൻ അനുഗ്രഹത്തിന് പാത്രമായവർ മുസ്ലിങ്ങളാണെന്നും അങ്ങയാൽ കോപിക്കപ്പെട്ടവർ യഹൂദരാണെന്നും സന്മാർഗ ഭ്രഷ്ടർ ക്രിസ്ത്യാനികളാണെന്നും വളരെ വ്യക്തമായി ഈ വചനങ്ങളുടെ ഖുറാനിക തഫ്സീറുകളിൽ, അതായത് വിവരണ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. തങ്ങളെ വഴിപിഴപ്പിച്ചവരും ദൈവത്താൽ കോപിക്കപ്പെട്ടവരുമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ഗീതം കേട്ട് അവരൊക്കെ തന്നെ വിനീത വിധേയരായി അറ്റൻഷൻ അടിച്ച് നിൽക്കേണ്ടി വരുന്നതിലെ പരിഹാസ്യതയും കൊള്ളരുതായ്മയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി 2-ാമത്തേത്, ഭുവനേശ്വര ലോകാധിനാഥ എന്നും ഞങ്ങളെ കാത്തിടണേ, ദുഃഖങ്ങളെല്ലാം തീർത്തു തന്നിടണേ, സദ്ബുദ്ധി ഞങ്ങളിൽ വളർത്തിയിടണേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രം ഞങ്ങളിൽ ഉണർത്തിയിടണേ. ഇവിടെയും ഒറ്റ വായനയിലും കേൾവിയിലും കോൾമേർ കൊള്ളിക്കത്തക്ക പാകത്തിലാണ് രചന. സമത്വസുന്ദര സുരഭില കാലത്തിന്റെ ഓളം വെട്ടലാണെന്നും തോന്നാം. സാർവലോക സാഹോദര്യത്തിന്റെ ആപ്തവാക്യമായി അഖണ്ഡ ഭാരത ഫാൻസുകളും മതേതരക്കാരും വരെ എടുത്തുദ്ധരിക്കുന്ന ഒന്നാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നത്. എന്നാൽ എന്താണ് വസ്തുത? ഒരു 4 വരി ശ്ലോകത്തിലെ അവസാനത്തെ വരി മാത്രമാണ് ലോകാ സമസ്ത. 3 വരിയും മുക്കുകയും കേൾക്കാൻ സുഖമുള്ള അവസാനത്തെ വരി മാത്രം എടുത്ത് 4 പാടും തലങ്ങും വിലങ്ങും വീശുകയും ചെയ്യുന്നു. മതം എക്കാലത്തും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹേശ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പ്രജകൾക്കെല്ലാം മംഗളകരമാം വിധം ന്യായമാർഗത്തിലൂടെ രാജ്യം ഭരിക്കണം. ബ്രാഹ്മണനും പശുക്കൾക്കും നിത്യവും ശുഭമാണെങ്കിൽ സമസ്ത ലോകത്തിനും ശുഭകരമായി ഭവിക്കുന്നു. തങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മുറിച്ചെടുത്ത് പ്രദർശിപ്പിച്ച് ആളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ലോകാസമസ്ത. ബ്രാഹ്മണനും പശുക്കൾക്കും നിത്യവും സുഖമുണ്ടെങ്കിൽ മാത്രമേ ലോകത്തിലെ മറ്റുള്ളവർക്കൊക്കെ സുഖമുണ്ടാകൂ എന്ന പ്രാർത്ഥന കേട്ട് ഈ 2ഉം അല്ലാത്ത മനുഷ്യരൊക്കെ തൊഴുതു നിൽക്കുന്നതിലെ ജാള്യതയും അപമാനവും ഒന്ന് ഓർത്തു നോക്കൂ. ആത്യന്തികമായിട്ട് ബ്രാഹ്മണനും പശുവിനും സ്തുതി ഗീതമോതുന്ന ശ്ലോകമാണ്. അതിൽ നിന്ന് കേൾക്കാൻ സുഖമുള്ള ഒരു വരി മാത്രം മുറിച്ചെടുത്ത് പ്രദർശനത്തിന് വെക്കുന്ന തട്ടിപ്പാണ് ലോകാസമസ്ത. പറഞ്ഞു വന്നത്, സർവ്വമത സമ്മത മതേതര പ്രാർത്ഥന എന്ന സ്റ്റിക്കർ ഒട്ടിച്ചു വരുന്ന ഇമാതിരി ഐറ്റങ്ങളൊക്കെ തന്നെ പത്തരമാറ്റ് മാനവിക വിരുദ്ധ ചരക്കുകളാണ് എന്നാണ്. ഇനി ഏതെങ്കിലും ഒരു പാട്ട് പാടിയേ സ്കൂൾ തുടങ്ങാവൂ എന്ന നിർബന്ധമുണ്ടെങ്കിൽ അത് നിയമം അനുശാസിക്കും വിധം ദേശീയഗാനത്തോടെ ആരംഭിക്കുന്നതാണ് നല്ലത്. കുട്ടികളെ മതാതീതമായ മാനവികതയിലേക്ക് ഉയർത്താൻ ബാധ്യതപ്പെട്ട വിദ്യാലയങ്ങൾ തന്നെ മതാത്മകമായ ഈശ്വര പ്രാർത്ഥന നടത്തി ആരംഭിക്കുന്നത് വിരോധാഭാസവും പൊതുവിദ്യാലയങ്ങളുടെ അന്തസത്തയ്ക്ക് നിരക്കാത്ത ഏർപ്പാടുമാണ്.